നാളെ ഡിക്ലെയർ ചെയ്യും. അത് ഡൽഹിയിൽ നിന്ന് നഡ്ഡാജിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. കാര്യം കോട്ടയത്തോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഞാൻ മത്സരിക്കണം എന്ന് നേരത്തെ ആവശ്യം ഉണ്ടായിരുന്നതാണ്. അന്ന് തന്നെ ഞാൻ കാര്യം സുരേന്ദ്രൻ നിൽക്കുന്ന പോലെ എൻഡിഎയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് പ്രൈം മിനിസ്റ്ററെയും നഡ്ഡാജിയും അമിത് ഭായി എല്ലാം ഞാൻ അറിയിച്ചിരുന്നു. പക്ഷേ അവർ വളരെ നിർബന്ധമായി ഈ രണ്ട് സ്ഥലത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കണം, ഇന്ന് വൈകുന്നേരം തീരുമാനിച്ച് നാളെ രാവിലെ നഡ്ഡാജി തന്നെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരുന്ന ഒന്ന് രണ്ട് ഡിമാൻഡുകളുണ്ട്. കാര്യം നമുക്കറിയാം, കോട്ടയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇടുക്കിയും അതുപോലെ കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബ്ബറാണ്. എനിക്കും ചെറിയ ഒരു റബ്ബർ തോട്ടം ഉള്ള ഒരാളാണ്. കാര്യം അതുകൊണ്ട് തന്നെ റബ്ബർ കർഷകരുടെ ബുദ്ധിമുട്ട് എന്തെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ 250 രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിന് വേണ്ട സഹായം ചെയ്യാമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഇവരെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട്. ഡൽഹിക്ക് പോയ ശേഷം അതിന് കൂടെ ഉറപ്പ് വരുത്തി നാളെ ഉച്ചയ്ക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടയത്താണെങ്കിലും അതുപോലെ തന്നെ ഇടുക്കിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശക്തമായിട്ടുള്ള മത്സരം BDS രണ്ട് സ്ഥാനാർത്ഥികളെ നാളെ തന്നെ ഡിക്ലെയർ ചെയ്യും.